നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. LD ക്ലർക്ക് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ വന്നിട്ടുണ്ട്. യോഗ്യത മാറാനായിട്ട് പോവുകയാണ്. എന്താണ് ഇതിലുള്ള അപ്ഡേഷൻ മക്കളെ? അതായത് നിലവിൽ LD ക്ലർക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആൾക്ക് വിവിധ തസ്തികകളിൽ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കേരളത്തിൽ LD നിയമനം കിട്ടാനായിട്ടുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് പരീക്ഷ എഴുതുന്നതിന്റെ യോഗ്യത SSLC ആണ്. അപ്പോൾ ഈ SSLC എന്ന് പറയുന്ന യോഗ്യത പരിഷ്കരിക്കാനായിട്ട് 2011 മുതൽ തന്നെ എന്തുണ്ട്, ഒരു ഒരു റൂളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു യോഗം ചേരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ യോഗത്തിന് ശേഷമായിരിക്കും +2 അല്ലെങ്കിൽ SSLC എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരിക. ഇവിടെ കാണാൻ പറ്റും, ഇത് ധനകാര്യ വകുപ്പ് കൊണ്ടുവന്നതാണ്. ധനകാര്യ വകുപ്പ് ട്രഷറി വകുപ്പിന്റെ വിശേഷാൽ ചട്ടം ഭേദഗതി യോഗം ചേരുന്നത് സംബന്ധിച്ചാണ്. അതായത് നിലവിലുള്ള ചട്ടം SSLC ആണ്, അത് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗമാണ്. ഇവിടെ കിടപ്പുണ്ട്. സൂചനകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് അഥവാ LD ക്ലർക്ക് തസ്തികയിലെ നിയമനത്തിനുള്ള വിദ്യാഭ്യാസ യോഗ്യത പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഈക്വലന്റ് ആയി പരിഷ്കരിച്ചുകൊണ്ട് സൂചന 1 പ്രകാരം ഉത്തരവായിട്ടുള്ളതിനാൽ ആയതുൾപ്പെടുത്തി കേരള ട്രഷറി സബോർഡിനേറ്റ് സർവീസ് സ്പെഷ്യൽ റൂൾസ് റൂൾ 6 ഭേദഗതി സൂചന 2 സർക്കുലറിലെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അതായത് നിലവിലുള്ള SSLC ഓർ ഇക്വലന്റ് എന്ന് പറയുന്ന യോഗ്യത പരിഷ്കരിച്ച് +2 ഓർ ഇക്വലന്റ് എന്ന് പറയുന്നതാക്കി മാറ്റുന്നതിന് തീരുമാനമാകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. 28/7/2026 11 മണിക്ക് സൗത്ത് കോൺഫറൻസ് ഹാളിൽ, അതായത് നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ബ്ലോക്കിലെ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് ഒരു യോഗം ചേരുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്ത് താങ്കളുടെ അഭിപ്രായം അറിയിക്കണം താല്പര്യപ്പെടുന്നു. ഇത് എന്താണ്, നമ്മുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ധനകാര്യം അയച്ച ഒരു ലെറ്ററാണ്. അപ്പോൾ ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. SSLC യോഗ്യത +2 പരിഷ്കരിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് വരുന്നത്. അപ്പോൾ യോഗത്തിന് അവസാനം അത് തീരുമാനമായിട്ടായിരിക്കും പുറത്തിറങ്ങുക. അപ്പം 2011 തൊട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ ഉണ്ട്, അല്ലെ, ചട്ടങ്ങളുണ്ട്. അപ്പൊ അത് പരിഷ്കരിച്ചുകൊണ്ട് നിലവിൽ 2028 നടക്കുന്ന യോഗത്തോടു കൂടി SSLC എന്നുള്ളത് +2 ആയിട്ട് പരിഷ്കരിച്ച് വരികയാണ്. അപ്പൊ നിലവിൽ +2 യോഗ്യത എന്ന് പറയുന്നതാകുമ്പോൾ 10ാം ക്ലാസ് ഉള്ളവർ എന്ത് ചെയ്യണം? 10ാം ക്ലാസ് ഉള്ളവർക്ക് ഏത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്കറിയാം APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയും ഇതേപോലെ തന്നെ +2 യോഗ്യതയാക്കി, 10ാം ക്ലാസ് എന്നുള്ളത് +2 യോഗ്യതയാക്കി പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഉള്ള 10ാം ക്ലാസ് യോഗ്യതയിലുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയാണെങ്കിൽ ബിവറേജസ് LD അല്ലെ, ബെവ്കോ LD എന്ന് പറയുന്ന പരീക്ഷ, അത് 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ്. ബീറ്റ് ഫോറസ്റ്റ് നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള IRB പരീക്ഷകളുമായി ബന്ധപ്പെട്ട 10ാം ക്ലാസ് യോഗ്യതയിലുള്ള പരീക്ഷകളുണ്ട്. അതേപോലെയുള്ള ചില ക്ലറിക്കൽ പോസ്റ്റുകൾ ഇപ്പോഴും 10ാം ക്ലാസ് യോഗ്യതയിൽ തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇനി 10ാം ക്ലാസ്സുകാർക്ക് എഴുതാൻ കഴിയുക, 10ാം ക്ലാസ് യോഗ്യതയിൽ എഴുതാൻ കഴിയുക? ഇപ്പൊ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക, ഇതൊക്കെ 10ാം ക്ലാസ് യോഗ്യതയിൽ എഴുതാൻ കഴിയുന്ന പരീക്ഷകളാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ കൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നിലവിലത്തെ ഒരു ഇൻഫർമേഷൻ. നിലവിലെ ഒരു താൽക്കാലിക നമ്മുടെ യോഗത്തിന് ശേഷമായിരിക്കും ഫൈനൽ ഉത്തരവുകളും കാര്യങ്ങളും വരിക. അപ്പൊ പരിഷ്കരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 10 എന്നുള്ളത് +2 ആയിട്ട് മാറാൻ പോകുന്നു. ആ ഇൻഫർമേഷൻ അറിയിക്കാനായിട്ട് വന്നത്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ സൂപ്പർ നോട്ട്സിൽ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്, മൺസൂൺ ഓഫർ. 20% ഡിസ്കൗണ്ട് എല്ലാ ബാച്ചുകൾക്കും കിട്ടും. അത് 13, 14, 15 തീയതികളിലായിട്ടാണ്. നിങ്ങൾക്ക് അതിൽ നമ്മുടെ LD ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള പ്രൈം ബാച്ച് ഉണ്ട്. 2499 എന്നുള്ളത് 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് അവൈലബിൾ ആക്കാനായിട്ട് ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്താൽ മതി. ക്ലാസ്സിൽ കാണാം. ഒപ്പം ഇതേപോലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. ഒരു ലാസ്റ്റ് ഡേറ്റും ഒരു ഇൻഫർമേഷൻസും ഒരു നോട്ടിഫിക്കേഷൻസും നിങ്ങൾ മിസ്സാവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.